ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AFX ഫിറ്റ്നസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മൊബിലിറ്റി ഡ്രിൽസ് ആണ്. അപ്പോൾ ഒരു വാമപ്പ് സെഷൻ, ഒരു നല്ല വാമപ്പ് സെഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വെയ്റ്റ് ട്രെയിനിങ് സെഷന് മുമ്പോ അല്ലെങ്കിൽ നിങ്ങളൊരു ഗെയിംസ് കളിക്കാൻ പോകുന്നതിന് മുമ്പോ, ഒരു സ്പോർട്ട് കളിക്കാൻ പോകുന്നതിന് മുമ്പൊക്കെ നിങ്ങൾക്ക് ഈ മൊബിലിറ്റി ഡ്രിൽസ് നിങ്ങളുടെ വാമപ്പ് സെഷനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എസ്പെഷ്യലി ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് നല്ലൊരു വാമപ്പ് സെഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. മൊബിലിറ്റി ഡ്രിൽസിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്ട്രെച്ച് എന്ന് പറയുന്ന ഡ്രില്ലാണ്. ഇപ്പോൾ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്ട്രെച്ച് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. നമ്മളൊരു സെമി ലഞ്ചസ് പൊസിഷനിൽ നമ്മുടെ തൊറാസിക് റീജിയനും അറ്റ് ദ സെയിം ടൈം നമ്മുടെ പെൽവിക് റീജിയനും ഒക്കെ സ്ട്രെച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്ട്രെച്ച് നമ്മൾ ചെയ്യുന്നത്. വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്ട്രെച്ച് എന്ന് പറയാൻ കാരണം തന്നെ ഇത് ബോഡിയുടെ എല്ലാ പാർട്സും സ്ട്രെച്ച് ആവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഏറ്റവും നല്ല ഡ്രില്ലുകളിൽ ഒന്നായ ഈ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്ട്രെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പാർട്സിന് അറ്റ് എ ടൈം നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഡ്രില്ലെന്ന് പറയുന്നത് വിൻമിൽ എന്ന് പറയുന്ന ഡ്രില്ലാണ്. വിൻമില്ലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മളൊരു സ്ക്വാട്ടിങ് പൊസിഷനിൽ, ഡീപ്പ് സ്ക്വാട്ട് പൊസിഷനിൽ ഇരുന്നതിന് ശേഷം നമ്മുടെ തൊറാസിക് സ്പൈനിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കൈ മേളിലേക്ക് റേസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും, നമ്മുടെ പെൽവിക് റീജിയനും അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഷോൾഡറും നമ്മുടെ ഹിപ്പും പിന്നെ നമ്മുടെ തൊറാസിക് സ്പൈനും നമുക്ക് നല്ല രീതിയിൽ മൊബിലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷമായിട്ട് നമ്മൾ ചെയ്യുന്നത് ക്രോളിംഗ് പിജിയൻ സ്ട്രെച്ചാണ്. ക്രോളിംഗ് പിജിയൻ സ്ട്രെച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മൂവ്മെൻറ്റ് പാറ്റേണിലാണ് ഈ ഒരു പിജിയൻ സ്ട്രെച്ച് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. നോർമലി നമുക്ക് പിജിയൻ സ്ട്രെച്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന പോലെ ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ ഒരു വേം മൂവ്മെൻറ്റിൽ നമ്മൾ നേരെ ആ പിജിയൻ ഫോമിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ പിരിഫോമിസ് എന്ന് പറയുന്ന ഗ്ലൂട്ട്സിൻ്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽ ഗ്രൂപ്പിനെയും നമ്മുടെ പെൽവിക് മസിൽസിനെയും നമ്മുടെ ഹിപ്പ് മസിൽസിനെയൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് സ്ട്രെച്ച് ചെയ്യാനും മൊബിലൈസ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ക്രോളിംഗ് പിജിയൻ സ്ട്രെച്ച് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ട് സൈഡും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ക്രോളിംഗ് പിജിയൻ സ്ട്രെച്ചിന് ശേഷം നമ്മൾ ചെയ്യുന്ന മൊബിലിറ്റി ഡ്രിൽ എന്ന് പറയുന്നത് ബേർഡ് ഡോഗാണ്. ബേർഡ് ഡോഗിൽ നമ്മൾ നോക്കേണ്ടത് വളരെ കൺട്രോൾഡ് പാറ്റേണിൽ ഈ മൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ചെയ്യുന്നത്. കൈയും കാലും ഓപ്പോസിറ്റ് സൈഡിലുള്ളത് നമ്മൾ മൂവ്മെൻറ്റ് പാറ്റേണിൽ പ്രോഗ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ക്യാമൽ കാറ്റ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ക്യാമൽ കാറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ബേസിക്കലി ഇതൊരു സ്പൈൻ റിലേറ്റഡ് മൂവ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ തൊറാസിക് സ്പൈനിനെയും നമ്മുടെ ഹിപ്പിനെയും മാക്സിമം മൊബിലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ പാറ്റേൺ ചെയ്യുന്നത്. വളരെ സ്ലോലി കൺട്രോൾഡ് പാറ്റേണിൽ ഈ മൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ക്യാമൽ കാറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഷോൾഡറിൻ്റെ ഏറ്റവും ബെസ്റ്റ് മൊബിലിറ്റി ഡ്രിൽസായ വർക്കൗട്ടുകളിൽ ഒന്നായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന റൗണ്ട് ദ വേൾഡ് ഷോൾഡർ മൊബിലിറ്റിയാണ്. റൗണ്ട് ദ വേൾഡ് ഷോൾഡർ മൊബിലിറ്റി എന്ന് പറയാൻ കാരണം തീർച്ചയായിട്ടും ഇതൊരു ഓൾമോസ്റ്റ് ഒരു 360 ഡിഗ്രി പാറ്റേണിലാണ് നമ്മളിത് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സ്കാപ്പുലർ റീജിയൻ, നമ്മുടെ റോംബോയിഡ്സ്, അതുപോലെ നമ്മുടെ അപ്പർ ബാക്ക് റീജിയനിൽ വരുന്ന എല്ലാ മസിൽ ഗ്രൂപ്പ്സിനെയും നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവ്മെൻറ്റാണ് റൗണ്ട് ദ വേൾഡ് ഷോൾഡർ എന്ന് പറയുന്നത്. ഷോൾഡർ സ്റ്റിഫ്നെസ് ഉള്ള എല്ലാവർക്കും ഈ ഒരു മൂവ്മെൻറ്റ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പല സ്പോർട്ടിലും ഷോൾഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് മസിൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ വർക്കൗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൗണ്ട് ദ വേൾഡ് ഷോൾഡർ സ്ട്രെച്ചിന് ശേഷം നമ്മൾ പിന്നീട് ചെയ്യുന്നത് കോബ്ര എന്ന് പറയുന്ന ഒരു പോസാണ്. കോബ്ര പോസ് നമ്മൾ നോർമലി ആ ഒരു പോസ് ഫോമിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു മൂവ്മെൻറ്റ് പാറ്റേണിൽ കോബ്ര സ്ട്രെച്ചിനെ നമ്മൾ അല്ലെങ്കിൽ കോബ്ര പോസിനെ നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഇതും ബേസിക്കലി നമ്മുടെ ചെസ്റ്റ് ഓപ്പണിംഗ് എക്സസൈസുകളിൽ ഒന്നായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഇത് നമ്മുടെ ഷോൾഡറിനെ, അതേപോലെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ലോവർ ബാക്കിനെയും നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഈ മൂവ്മെൻറ്റ് പാറ്റേണിലുള്ള കോബ്ര സ്ട്രെച്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ബാക്ക് പെയിൻ ഉള്ളവർ ഒന്ന് നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്തെങ്കിലും ബാക്കിൽ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർക്കൗട്ട് അവോയ്ഡ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഗ്ലൂട്ട് ആക്ടിവേഷൻ എക്സസൈസാണ്. ഗ്ലൂട്ട് ആക്ടിവേഷൻ എക്സസൈസ് എന്ന് പറയുന്നത് ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് പെൽവിക് ഫ്ലോർ എക്സസൈസസും കൂടെയാണ്. ഗ്ലൂട്ട് ആക്ടിവേഷൻ എക്സസൈസ് എന്ന് പറയാൻ കാരണം തന്നെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലൂട്ട്സിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ടാണ് ഈ മൂവ്മെൻറ്റ് പാറ്റേൺ നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡും ചെയ്യാം. ഇത് നമ്മുടെ ഹിപ്പ് ആക്ടിവേഷൻ എക്സസൈസും കൂടെയാണ് ഈ ഗ്ലൂട്ട് ആക്ടിവേഷൻ എക്സസൈസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ
ഹിപ്പിൻ്റെ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ഗ്ലൂട്ടിൻ്റെ സ്ട്രെങ്ത് കുറവിനൊക്കെ ഈ ഒരു എക്സസൈസ് ഒരു റെമഡിയാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഹിപ്പ് ആക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു എക്സസൈസാണ്. എല്ലാം ഹിപ്പ് ആക്ടിവേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും, പക്ഷേ ഇതൊരു ക്രഞ്ചിങ് ഫോമാറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹിപ്പ് ആക്ടിവേഷൻ എക്സസൈസാണ്. ഈ മൂവ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് പാറ്റേൺ തന്നെയാണ്. ഇത് നമ്മൾ തല ഉയർത്തുന്നത് നമ്മുടെ അപ്പർ ആപ്സ് മാത്രം ഫോക്കസ് ചെയ്ത് സീലിങ്ങിൽ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് റേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ വെറുതെ ഒരു ക്രഞ്ചിങ് മൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല, രണ്ട് സൈഡ് നമ്മൾ ചെയ്യുക. ഒരു കാല് നമ്മൾ ചെയ്തതിന് ശേഷം 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം അടുത്ത കാലിലേക്ക് മൂവ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ മൂവ്മെൻറ്റ് പാറ്റേൺ ശ്രദ്ധിക്കുക. നമ്മൾ അപ്പർ ആപ്സിലേക്ക് ഫോക്കസ് ചെയ്ത് സീലിങ്ങിൽ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് തല ആ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് ഉയർത്തുന്നു എന്നുള്ളതാണ് ഈ മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത. ബാക്ക് പെയിൻ ഉള്ളവർക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസും കൂടെയാണ് ഈ ക്രഞ്ചിങ് ഹിപ്പ് ആക്ടിവേഷൻ എക്സസൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ഇത്രയും മൊബിലിറ്റി ഡ്രിൽസ് എന്ന് പറയുന്നത് നിങ്ങൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ വാമപ്പ് സെഷനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൗണ്ടിൽ ഒരു സ്പോർട്ട് കളിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ വാമപ്പ് സെഷനായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത്രയും ഡ്രിൽസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AFX എന്ന് പറയുന്ന ഈ ഫിറ്റ്നസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.